ഇതിനകത്ത് ഇവർ ഏകദേശം 85% വരെ സബ്സിഡിയോടുകൂടി മെഷീനുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് പോലും തനിയെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. വലിയ കൊമേഴ്ഷ്യലായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ മെഷീനറികളാണ് ഇതൊക്കെ. നമസ്കാരം, GMCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിലാണ്. കാക്കനാടാണ് സ്ഥലം. ഇവിടെ മെഷീനറി എക്സ്പോ നടക്കുന്നുണ്ട് 2024. 10, 11, 12, 13 ഡേറ്റുകളിലാണ്. ഇന്നിപ്പോൾ 11-ാം തീയതി നമ്മളിവിടെ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പുതുതായി സംരംഭകരെ ആകർഷിക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരു മെഷീനറി എക്സ്പോ നടക്കുന്നത് 2024. പുതുതായിട്ട് നമ്മുടെ നാട്ടിൽ സംരംഭം തുടങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പലതരം ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക് ആവശ്യമായ മേക്കിംഗ് മെഷീനുകളും പാക്കിംഗ് മെഷീനുകളും ഗ്രൈൻഡിങ് മെഷീനുകളും അടക്കം പലതരം മെഷീനറികൾ ഇതിനകത്തുണ്ട്. ഞാൻ കണ്ട കുറേ മെഷീനറികളുടെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു എക്സ്പോ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള മെഷീനറികളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ സപ്ലയേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി ഒക്കെ നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇവരുമായിട്ട് എന്തെങ്കിലും ഡീല് നിങ്ങൾ ഉറപ്പിക്കാവുള്ളൂ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെയാണ് നമുക്കിതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പേരും നമ്മുടെ സ്ഥലവും ഒക്കെ കൊടുത്ത് മൊബൈൽ നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് കിടക്കാം. ഇവിടെ ശരിക്കും ഏതാണ്ട് 7 or 8 കൗണ്ടറുകളുണ്ട്. അതിനകത്ത് ഓരോ കൗണ്ടറിലും നമുക്ക് 6 or 7 മെഷീനറീസും അതിൻ്റെ സപ്ലയേഴ്സും ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അകത്തേക്ക് കയറിയൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടർ. ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അകത്തേക്ക് പോകാൻ കഴിയുന്നതാണ്. അങ്ങനെ രജിസ്ട്രേഷന് ശേഷം നമ്മൾ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ ആയിട്ടും അത്യാവശ്യം നല്ല തിരക്ക് കാണാനുണ്ട്. നമുക്ക് ഏതായാലും ഇനി ഓരോ മെഷീൻസ് നമുക്ക് കണ്ടു തുടങ്ങാം. ഇത് നമ്മൾ ആദ്യം കയറുമ്പോൾ ഉള്ള കൗണ്ടറാണ്. ഫുഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മെഷീനറികളുടെ നട്ട്, ബോൾട്ട്, ബെയറിങ്, ട്രോളി വീലുകൾ, വാൽവുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കൂടുതലും ഐറ്റങ്ങൾ കിട്ടുന്നത്. നമ്മൾ അടുത്ത കൗണ്ടറിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പാക്കിംഗ് മെഷീനാണ്. ഇവരുടെ ഡീറ്റെയിൽസും കമ്പനിയുടെ പേരും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഇത് സാഷെ പോലുള്ള പാക്കറ്റുകൾ, പ്രത്യേകിച്ച് ഷാമ്പുവോ അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സോ എന്ത് സാധനവും ഫില്ല് ചെയ്യാനും പാക്ക് ചെയ്യാനും നമുക്ക് ഈ മെഷീനറികൾ ഉപയോഗിക്കാം. ഏകദേശം 1 ലക്ഷം രൂപ മുതലാണ് ഇവരുടെ മെഷീനറികളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് ഫുഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മെഷീനറികളാണ്. ബേക്കറി നടത്തുന്നവർ, ഹോട്ടൽ നടത്തുന്നവർ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ സ്വന്തമായി ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുക്കുന്നവർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന മെഷീൻസാണ്. അതായത് മിക്സർ യൂണിറ്റുകൾ, ഫില്ലിംഗ് മെഷീന്, സ്റ്റീമിംഗ് മെഷീന്, റോസ്റ്റർ, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന മെഷീനുകൾ എല്ലാം ഇവർക്കുണ്ട്. ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. ഫുഡ് ഗ്രേഡിനനുസരിച്ചുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഏകദേശം 20,000 രൂപ മുതൽ ആണ് ഇവരുടെ മെഷീൻസിൻ്റെയൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരുടെയും മെഷീനറികളുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്, അവരുടെ കോൺടാക്ട് നമ്പറും എല്ലാം. അടുത്ത കൗണ്ടറിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അതായത് ഫുഡ് പ്രോസസ്സിംഗ് മെഷീനറികൾക്ക് 2 കോടി രൂപ വരെ യാതൊരു ഈടുമില്ലാതെ വായ്പ കൊടുക്കും എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിട്ട് സഹകരിച്ചുള്ള ഒരു പദ്ധതിയാണ്. ഇത് പ്രകാരം ഫുഡ് പ്രോസസ്സിംഗ് മെഷീനറികൾക്ക് മാത്രം 35% സബ്സിഡിയോടുകൂടി ലോൺ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അവർ മെഷീൻ്റെയും സപ്ലയേഴ്സാണ്. അവരുടെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഇത് അടുത്ത കൗണ്ടറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഓയിൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന മെഷീനുകളാണ് കൂടുതലും ഉള്ളത്. കോക്കനട്ട് ഓയിൽ, അല്ലെങ്കിൽ സസ്യ എണ്ണകൾ, അതും അല്ലെങ്കിൽ എന്തെങ്കിലും തരം സീഡുകളൊക്കെ നമുക്ക് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെഷീനറികളാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രയർ മെഷീനുകളുണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണക്കി എടുക്കാൻ പറ്റുന്ന മെഷീനറികളും ഇവർ ചെയ്യുന്നുണ്ട്. ഇവരുടെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഏകദേശം 30,000 രൂപ മുതലാണ് ഇവരുടെ മെഷീനറിയുടെയൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത കൗണ്ടറിൽ വന്നപ്പോൾ പലതരത്തിലുള്ള പലഹാരങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബേക്കറി ഐറ്റങ്ങൾ ഉണ്ടാക്കുന്നവർക്ക്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന മെഷീനുകളാണ് ഈ കാണുന്നത്. പല ഷേപ്പിലൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും, പല സൈസിൽ ചെയ്യാം. നമ്മൾ അതിന് വേണ്ട റോ മെറ്റീരിയൽ, മാവോ മൈദയോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്താൽ അത് തന്നെ മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി ചെയ്തു തരും. ഇവർക്ക് ഇത് കൂടാതെ തന്നെ കട്ടിംഗ് മെഷീനുകൾ, സ്ലൈസിങ്, പീലിംഗ് മെഷീനുകൾ, റോസ്റ്റിംഗ് മെഷീനുകൾ, അങ്ങനെ കുറേ അധികം മെഷീനറികളുണ്ട്. ഇവരുടെയും കോൺടാക്ട് ഡീറ്റെയിൽസും അവരുടെ മെഷീനറികളുടെ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് വിളിക്കാം.
അടുത്ത കൗണ്ടറിൽ വന്നപ്പോൾ ഒരു ഡ്രയറാണ് കണ്ടത് സാധനങ്ങൾ ഉണങ്ങിയെടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് യാതൊരു പുകയും ഇല്ലാതെ സാധനങ്ങൾ ഉണങ്ങാൻ പറ്റും. അതുപോലെ തന്നെ വിറക് കത്തിച്ചോ LPG കൊണ്ടോ ഡീസൽ കൊണ്ടോ ഇലക്ട്രിസിറ്റി കൊണ്ടോ ഏത് ഫ്യൂവൽ മാർഗത്തിൽ വേണമെങ്കിലും ഇത് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഒരു അടുത്ത പ്രത്യേകതയായിട്ട് അവർ പറഞ്ഞത്. ഇതിൽ നമുക്ക് സാധനങ്ങൾ എന്ത് ഫുഡ് പ്രൊഡക്ട്സും തേങ്ങയോ കുരുമുളകോ ഏലവോ എന്ത് സാധനങ്ങളും ഇതിനകത്ത് ഡ്രയറിൽ നമുക്ക് ഉണങ്ങിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത കൗണ്ടറിൽ ചെന്നപ്പോൾ കാണാൻ സാധിച്ചത് സ്റ്റീം പുട്ടുപൊടി ഉണ്ടാക്കുന്ന മെഷീനാണ്. ഇതുപയോഗിച്ച് നമ്മൾ പാക്ക് ചെയ്ത് വരുന്ന പുട്ടുപൊടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിനകത്ത് ഇവർ ഏകദേശം 85% വരെ സബ്സിഡിയോടുകൂടി മെഷീനുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ വേറെയും കുറേ മെഷീനറികൾ ഇവർക്കുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ ബ്രോഷറിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത കൗണ്ടറിൽ നമ്മൾ കണ്ടത് പാക്കിംഗ് മെഷീനറികളാണ്. ചെറുതും വലുതുമായ പാക്കിംഗ് മെഷീനറികളുണ്ട്. അതായത് 20 ഗ്രാം മുതൽ 500 ഗ്രാം വരെ പാക്ക് ചെയ്യാവുന്ന ചെറിയ മെഷീൻ മുതൽ 100 ഗ്രാം മുതൽ 2 കിലോ വരെ പാക്ക് ചെയ്യുന്ന വലിയ മെഷീനറികൾ വരെ ഉണ്ട്. സോളിഡോ ലിക്വിഡോ ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ പ്രീസെറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഓരോ പാക്കറ്റിലും സീൽ ചെയ്ത് ഇറങ്ങി വരുന്നതാണ്. ഇതിനകത്ത് ഇവരുടെ ഫാക്ടറി കോയമ്പത്തൂരാണ്. ഇവരുടെ മെഷീനറികൾക്ക് ഏകദേശം 90,000 രൂപ മുതലാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത കൗണ്ടറിൽ നമ്മൾ കണ്ടത് ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന മെഷീനാണ്. നമുക്ക് വേണ്ട പൊടിയും വെള്ളവും ഉപ്പും ഒക്കെ കൃത്യമായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ അത് കട്ട് ചെയ്ത് പരത്തി പ്രീഹീറ്റ് ചെയ്ത് പാക്ക് ചെയ്യാനുള്ള പരുവത്തിൽ നമുക്ക് കിട്ടുന്ന മെഷീനറികളാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 90,000 രൂപ മുതൽ അവർക്ക് മെഷീനറികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത കൗണ്ടറിൽ കണ്ടതും ഒരു പാക്കിംഗ് മെഷീനാണ്. അഭിലാഷ് ഇൻഡസ്ട്രീസ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കൂടുതലും ലിക്വിഡ് ഫുഡുകളാണ് പാക്ക് ചെയ്യുന്നത്. ഐസ്ക്രീംസ്, കുൽഫീസ്, സിപ്പപ്പ്, അതുപോലുള്ള സിറപ്പുകൾ, ജ്യൂസുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന മെഷീനറികളാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത്. അടുത്ത കൗണ്ടറിലും പാക്കിംഗ് മെഷീൻ തന്നെയാണ് ഉള്ളത്. ചെറിയ മെഷീൻ മുതൽ ഹെവി ഡ്യൂട്ടി ഹൈ സ്പീഡ് പാക്കിംഗ് മെഷീനുകൾ വരെ ഇവർക്കുണ്ട്. ഏഷ്യൻ എന്നാണ് കമ്പനിയുടെ പേര്. വലിയ മെഷീനറിക്ക് ഏകദേശം 30 ലക്ഷം രൂപയോളം വില വരുന്നതാണ്. നമുക്ക് ഇതിനകത്തും പപ്പടം, ഐസ്ക്രീം, ബനാന ചിപ്സ്, കാഷ്യൂ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഷുഗർ, റൈസ്, പൊട്ടറ്റോ ചിപ്സ് അങ്ങനെ ഏത് തരത്തിലുള്ള ഫുഡ് പ്രൊഡക്ട്സും പാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെഷീനറികളാണ്. അതും പല സ്പീഡുള്ളതും പല ക്വാണ്ടിറ്റി ചെയ്യാവുന്നതുമായിട്ടുണ്ട്. ഇതിൽ കാണുന്ന വലിയ മെഷീനറിയൊക്കെ വളരെ സ്പീഡുള്ളതും വലിയ ക്വാണ്ടിറ്റിയുള്ള, അതായത് വലിയ കൊമേഴ്ഷ്യലായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ മെഷീനറികളാണ് ഇതൊക്കെ. ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രേഡിൽ ചെയ്തേക്കുന്ന മെഷീനറികളാണ്. അടുത്ത കൗണ്ടറിൽ നമ്മൾ കണ്ടത് ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ ഉണ്ടാക്കുന്ന മെഷീനുകളാണ്. അത് പല മെറ്റീരിയൽസ് വെച്ച് ചെയ്യാം. പേപ്പർ, പ്ലാസ്റ്റിക്, അതുപോലെ ഈ പാള അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഉള്ള പ്ലേറ്റുകൾ, അതും പല ഷേപ്പിലും പല സൈസിലും ചെയ്യാൻ പറ്റുന്ന മെഷീനറികളാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അടുത്ത കൗണ്ടറിൽ നമ്മൾ കണ്ടത് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യുന്ന മെഷീൻസാണ്. സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറി ആയിട്ട് ബന്ധപ്പെട്ട മെഷീനുകളാണ് മൊത്തം. സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് പോലും തനിയെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. നല്ല കഴിവുള്ളവർക്കൊക്കെ നന്നായിട്ട് ശോഭിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. സിസ്റ്റത്തിൽ ഇൻപുട്ട് കൊടുക്കുന്ന കളറും ഡിസൈനും അനുസരിച്ച് വളരെ ഭംഗിയായിട്ടാണ് ഈ മെഷീന് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വരുന്നത്. കാണാൻ വളരെ ഭംഗിയാണ്. ഇത് ചെയ്ത വർക്കുകളും അതിൻ്റെ സാമ്പിൾസൊക്കെ അവരിവിടെ വെച്ചിട്ടുണ്ട്. അതും വളരെ ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഈ മെഷീനറിയുടെ കമ്പനിയുടെ പേര് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിനകത്ത് അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ എടുക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത കൗണ്ടറിൽ നമ്മൾ കണ്ടത് പ്രിൻറ്റിംഗ് മെഷീനാണ്. പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാക്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ പാക്കറ്റ്സ്, കുപ്പിവെള്ളം, അതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാനുഫാക്ചറിങ് ഡേറ്റ്, ബാച്ച് നമ്പർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീനറികളാണ്. പല കളറിലും പല സൈസിലും ഏത് തരം മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കാം. അതായത് ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ മുതൽ ഇനി കുപ്പി ബോട്ടിൽസ് പോലുള്ള സാധനങ്ങളിൽ വരെ നമുക്ക് ഇത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ബ്രിക്സ് ഉണ്ടാക്കുന്ന മെഷീനാണ്. അതായത് ഇഷ്ടിക നമുക്കിതിനകത്ത് പാറപ്പൊടി, സിമെൻറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ക്ലേയിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതുതരം മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ബ്രിക്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രസ്സിങ് ഹൈഡ്രോളിക് മെഷീനാണിത്. അടുത്തത് ടിഷ്യൂ പേപ്പർ നമുക്ക് ആവശ്യമായ സൈസിൽ സ്ലിറ്റ് ചെയ്ത് എടുക്കുന്ന മെഷീനാണ്. ഇതിനകത്ത് നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ വലിയ റോള് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായ സൈസിലും ലെങ്തിലും എണ്ണത്തിലും ഇത് കട്ട് ചെയ്ത് സ്ലിറ്റ് ചെയ്ത് പാക്ക് ചെയ്യാവുന്ന പരുവത്തിലേക്ക് മാറ്റി തരുന്നതാണ്. ഇവർക്ക് വേറെ ഇതുപോലെ കുറേ ലാമിനേറ്റിംഗ് മെഷീനറികളും അല്ലാത്ത സ്ലിറ്റിംഗ് മെഷീനുകളും ഉണ്ട്. അടുത്തത് നമ്മൾ കാണുന്നത് പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന മെഷീനുകളാണ്. അതായത് നമ്മുടെ തുണിക്കടകളിലും അല്ലെങ്കിൽ ബേക്കറികളിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
സാധനങ്ങളൊക്കെ നമുക്ക് ഒരു ബ്രൗൺ കവറിനകത്ത് ഇട്ട് തരുന്നത്. അതുപോലത്തെ മെഷീനാണിത്. സാധാരണ ഈ ബ്രൗൺ കളറുള്ള പേപ്പറിൻ്റെ വലിയ റോളിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കവറിൻ്റെ സൈസിലേക്ക് മാറ്റി കവറാക്കി എടുക്കുന്ന ഒരു മെഷീനാണിത്. അടുത്ത കൗണ്ടറിൽ ക്രെയിൻ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. 500 കിലോ ഭാരം മുതൽ 30 ടണ്ണ് വരെ ഭാരം താങ്ങുന്ന പല വിധത്തിലുള്ള ഓവർഹെഡ് ക്രെയിനുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവരുടെ കയ്യിലുണ്ട്. ഹൈസ്റ്റാക്ക് ഇൻഡസ്ട്രീസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. അടുത്ത കൗണ്ടറിൽ നമ്മൾ കണ്ടത് ഡീഹൈഡ്രേറ്റർ ആണ്. അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് പോലുള്ള സാധനങ്ങളിലെ ജലാംശം വലിച്ചു കളഞ്ഞ് ഉണക്കി ദീർഘനാളത്തേക്ക് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന ഇലക്ട്രിക് മെഷീനുകളാണിവ. പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. മിൽക്ക് വെച്ച് ഉണ്ടാക്കാവുന്ന ബൈ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ മിൽക്കിൻ്റെ പാക്കിങ്, പ്രോസസ്സിങ് ഉള്ള പ്ലാന്റുകളുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മിൽക്ക് പാക്ക് ചെയ്യുന്നത് മുതൽ മിൽക്കിൽ നിന്നും ഉണ്ടാക്കാവുന്ന ഐസ്ക്രീം, ബട്ടർ, കർഡ്, യോഗട്ട്, പനീർ, ചീസ് മുതലായ പ്രൊഡക്ട്സുകൾ, ബൈ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന മെഷീനറികൾ. അതുകൂടാതെ തന്നെ ഇവർക്ക് ഹണി പ്രോസസ്സിങ്, കോക്കനട്ട് മിൽക്ക് പ്രോസസ്സിങ്, അതുപോലെ തന്നെ ജ്യൂസിൻ്റെ പ്രോസസ്സിങ് മെഷീനറികളൊക്കെ ഇവർക്കുണ്ട്. അതും കൂടാതെ മീറ്റ് പ്രോസസ്സിങ്ങിൻ്റെ മെഷീനറികൾ ഇവർക്കുണ്ട്. അപ്പം സ്വന്തമായി ഫാമുകളൊക്കെ ഉള്ളവർക്ക് ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റിയൊരു മേഖലയാണിത്. അടുത്തതായിട്ട് കണ്ടത് ലേസർ CNC കട്ടിങ് മെഷീനുകളാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈഡാണ്. ഒരു വീടിൻ്റെയോ ഓഫീസിൻ്റെയോ ഇൻറ്റീരിയറിൽ മുതൽ എക്സ്റ്റീരിയർ വരെ എവിടെ നോക്കിയാലും CNC കട്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അത് മെറ്റലിലായിക്കോട്ടെ, വുഡിലായിക്കോട്ടെ, മൾട്ടിവുഡിലായിക്കോട്ടെ, പലവിധ പ്രൊഡക്ട്സിലും ഇതിന് ചെയ്യാൻ പറ്റും. എൻഗ്രേവിങ്, ഡിസൈനിങ്, കട്ടിങ്, അങ്ങനെ പല രീതിയിലും യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീൻസാണ് ഇന്നത്തെ കാലഘട്ടത്തിലിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. അങ്ങനെ അനവധി പുതിയ സംരംഭകർ ഉണ്ടാവട്ടെ. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ നൈസ് സ്റ്റോർ സൈനിങ് ഓഫ്. താങ്ക് യു.